ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പെരുന്നാളൊക്കെ ആവാറല്ലേ? പെരുന്നാളിന് നമുക്ക് വിരുന്നുകാരെ ഞെട്ടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണേ കാണിക്കുന്നത്. നമ്മുടെ കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ കല്യാണ വീട്ടിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. വെൽക്കം ഡ്രിങ്കാണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഒരു സെയിം കപ്പിൽ തന്നെ 1 കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്കാണ് 1/4 കപ്പ് ചേർക്കുന്നത്. അപ്പോൾ മധുരം ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇനി എക്സ്ട്രാ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം മധുരം ചെക്ക് ചെയ്തിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ കൂടി പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ, കുറച്ച് കുറവായതുകൊണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആയിക്കൊണ്ട് നിൽക്കണേ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പാലൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ ഏകദേശം ഒന്നങ്ങ് ചൂടായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രം മതി. സേമിയ ഒരുപാട് കൂടണ്ട, കാരണം സേമിയ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഡ്രിങ്ക് ഓവറായിട്ട് പായസത്തിൻ്റെ ആ ഒരു ടെക്സ്ചറായിട്ട് വരും. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. സേമിയ എടുക്കുമ്പോൾ വറുത്തതാണേലും വറുക്കാതായാലും ഏതായാലും കുഴപ്പമൊന്നുമില്ല. സേമിയയും കൂടി ഇട്ടിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആയിക്കൊണ്ട് നിൽക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. സേമിയ ഒന്ന് കുക്കായിട്ട് കിട്ടണം. അങ്ങനെ ഇതാ നമ്മുടെ പാലൊക്കെ നോക്കിയാൽ നന്നായിട്ട് തിളച്ച് മുകളിലോളം പൊങ്ങി വന്നതിന് ശേഷം ഫ്ലെയിം അവിടെ കുറച്ച് വെക്കുക കേട്ടോ. ഒരു മിനിറ്റ് നേരം ഒന്ന് സേമിയ ഒന്ന് കുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, സേമിയ ഒരുപാട് കുക്കായി വെന്തൊടയണ്ടേ, നമുക്ക് കഴിക്കാൻ കിട്ടുന്ന പാകത്തിന് വേണ്ട കേട്ടോ. ആ ഒരു രീതിയിലാണ് ടേസ്റ്റ്. അപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ നല്ലപോലെ തിളച്ച് സേമിയൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കസ്കസ് ഒന്ന് എടുത്തിട്ട് സോക്ക് ചെയ്ത് വെക്കണം. ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കുക കേട്ടോ, ഇതിന് കറക്റ്റ് ഒരു അളവൊന്നുമില്ല. അപ്പോൾ ഇതാ ഈ ഒരു കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ട് നല്ലപോലെ ഒന്ന് വീർത്ത് വരുമല്ലോ, അതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അതവിടെ മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതാ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പാലിൻ്റെ മിക്സ് നല്ലപോലെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചൂട് മൊത്തത്തിൽ പോയതിന് ശേഷം കുറച്ച് ഐറ്റംസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കസ്കസില്ല, അത് വെള്ളത്തോടു കൂടി മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്, അതായത് നമ്മുടെ അനാറും, അതായത് ഉറുമാമ്പഴവും ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതും കേട്ടോ. ഇത് രണ്ടിനും കറക്റ്റ് അളവൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. എല്ലാതും കുറച്ച് കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം നമ്മൾ 1 കപ്പ് പാൽ വെച്ചിട്ട് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് തന്നെ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഒന്ന് നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിങ്ങനെ കുടിക്കാൻ പാടില്ല. നല്ലപോലെ എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 മണിക്കൂറെങ്കിലും ചുരുങ്ങിയത് തണുപ്പിച്ചിട്ട് വേണം കേട്ടോ കുടിക്കാൻ. എത്രത്തോളം തണുക്കുന്നോ അത്രയും ടേസ്റ്റും ഫ്ലേവറും ഈ ഒരു ഡ്രിങ്കിന് കൂടും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുത്തില്ലേ, ഫ്രൂട്ട്സും നട്ട്സും, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വാനില ഐസ്ക്രീം കുറച്ചധികം തന്നെയായിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഈ ഒരു ഡ്രിങ്കിൽ അത് രണ്ടിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ എടുത്താൽ മതി. ഫ്രഷ് ക്രീം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഒന്നുകൂടി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഇതാ സെർവ് ചെയ്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയില്ല സെർവ് ചെയ്തിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇന്നിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കുടിക്കുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളിപ്പോൾ പെരുന്നാൾക്ക് രാവിലെ ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണേ. എന്നിട്ട് പിറ്റേ ദിവസം സെർവ് ചെയ്യുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്, പെരുന്നാളിന് ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്